ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മളൊരിക്കലും കഴിച്ചിട്ടില്ലാത്തൊരു ചമ്മന്തിയാണ്. പുളിങ്ങ പൂവ് കൊണ്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് പൂവ് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി പൂവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഇതുപോലുള്ള പുളിങ്ങയൊക്കെ നന്നായി പൂത്ത് നിൽക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ കേട്ടോ. നല്ല ഭംഗിയിലും മഞ്ഞ നിറത്തിലും പൂക്കൾ കിട്ടും. അപ്പം നമ്മൾ ഇതിൻ്റെ ചോട്ടിലിങ്ങനെ മഴ പെയ്യും പോലെ പെയ്തും കൊണ്ടിരിക്കുകയുണ്ടോ പൂക്കൾ. അപ്പോൾ അതൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പൊടിയണി ഇലയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോയിരുന്ന കാലത്ത് ഉപ്പുമാവൊക്കെ വാങ്ങാൻ ഇതുപോലുള്ള ഇലകളൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള 2 ലീഫ് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൗതുകമാണ് കേട്ടോ. എന്താ പറയുക, അതിൻ്റെ പുളിയുടെ മരച്ചുവട് നിറയെ പൂക്കളാണ്. കൂടുതൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന പൂക്കളാണ് ഇതൊക്കെ. ഇത് നല്ല ഔഷധ ഗുണം കൂടിയാണ്. പുളിയുടെ ഇലയും തണ്ടും എല്ലാ ഔഷധ ഗുണമാണ്. ഇനിയും പൂവ് നിറയെ ഇതിൻ്റെ ചോട്ടിലുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കളാവുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഈ പൂക്കളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ നന്നായി കഴുകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലിട്ട് നമ്മൾ 5 മിനിറ്റ് വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെറുതെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ മരത്തിൻ്റെ ചോട്ടിൽ കിടന്നതായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയുടെ പൂവൊക്കെ എടുത്ത് നമ്മൾ കറിയിലൊക്കെ ഇടാറുണ്ടല്ലേ. അപ്പോൾ അതേപോലെ ചെറിയ പൂക്കൾ തന്നെയാണ് നമ്മളെ പുളിങ്ങ മരത്തിലുണ്ടാകുന്ന പൂക്കളും. നല്ല പുളിയുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല പുളിയാണ്. നമ്മളെ പുളിയിലെ തളിരില കഴിക്കണ അതേപോലെ കേട്ടോ. അതിലും ടേസ്റ്റും കൂടി ഉണ്ട് നമ്മളെ പുളിയിലെ പൂവിന്. അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് ഒന്ന് ഹോളിലെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളെ വീടിൻ്റെ മുകളിൽ നമ്മളെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് 2 പച്ചമുളകും അറുത്ത് കൊണ്ടു വന്നിട്ടുണ്ട്. മായം ചേരാത്ത ഒരു ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചമുളക് അറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി തൊലിയൊക്കെ കളഞ്ഞ് അതും കൂടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമുക്ക് ഒരുപാട് ഹെൽത്തിയാണ്. എണ്ണയിൽ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് പൂവിട്ട് അതും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കാവും. ഒരുപാട് അങ്ങ് ചമ്മന്തിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് ഇനി ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു തേങ്ങ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തേങ്ങയും പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ തേങ്ങ പൊളിച്ച് കഴിഞ്ഞ് നമ്മളെ തേങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു ജീവിയുടെ മുഖത്തേക്ക് നോക്കണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ചിരവി കുറച്ച് തേങ്ങയും ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 2 മിനിറ്റ് അതും ഒന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം എണ്ണയിൽ വഴറ്റിയപ്പോൾ നല്ല മണം വരുന്നുണ്ട്.
നമ്മളെ വീടിൻ്റെ ചുറ്റും പുളിമരങ്ങളും മുരിങ്ങാപ്പൂക്കളൊക്കെ ഉള്ള സമയങ്ങളാണ് ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിനും കൂടി ഒരു സന്തോഷമാണ്. ഇങ്ങനെ എല്ലാം ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയൊരു ചമ്മന്തി കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.